ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയിലെ നമ്മുടെ ജഡ്ജസിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത പൂജ തന്നെ അവസാനം പുറത്തു പോയി കേട്ടോ. പൂജ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്. രണ്ടാമതും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ച പൂജ ഇപ്രാവശ്യം ജഡ്ജസിൻ്റെ തീരുമാനങ്ങളെ പോലും ഒളിഞ്ഞും തെളിഞ്ഞും ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ അവിടെ പോയത്. ഈ 3 ജഡ്ജസ് മാത്രമാണോ ഫൈനൽ തീരുമാനം എടുക്കുന്നതൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതിന് പിന്നിൽ ശക്തമായ ഒരു മാനേജ്മെൻറ്റ് ടീമൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ബിഗ് ബോസ് ടീമിന് ചില പ്രത്യേക ആയിട്ടുള്ള ഒരു നിയമങ്ങളൊക്കെ ഉണ്ടാവാം. ഈ ഒരു ഷോ നടത്തുന്നവർക്ക് ഒരു പ്രത്യേക തീം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തീമിന് അനുയോജ്യമായ ആളുകളെ മാത്രമാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പുറത്തു നിന്ന് കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ ചിലപ്പോൾ നോക്കുന്നുണ്ടാകും കേട്ടോ. മാത്രമല്ല, ഒരു യഥാർത്ഥ ബിഗ് ബോസ് സീസൺ പോലും ഇവിടെ തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പുള്ള ഒരു ട്രയൽ പോലെയാണ് അഗ്നിപരീക്ഷ കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഓരോ ജഡ്ജിമെൻറ്റിനെയും ബിഗ് ബോസിനെയും കുറ്റപ്പെടുത്തുന്നതിൽ വലിയ ലോജിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ കണ്ടിട്ട് അഭിപ്രായം പറയാം, അത്രേ ഉള്ളൂ. ഒരു പക്ഷേ പ്രേക്ഷകൻ എന്ന നിലയിൽ ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും, പൂജ നല്ലൊരു ബേബി മെറ്റീരിയൽ ആണ്, അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾക്ക് എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം പൂജ ഇവിടെ ചില സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്വഭാവമാണ്, ചില സമയത്ത് ഓവർ സ്മാർട്ടായിട്ട് തോന്നും. പൂജയുടെ ഈ ഒരു ക്യാരക്ടറൊക്കെ തന്നെയല്ലേ സത്യം പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് പോലൊരു ഷോയ്ക്ക് അത്യാവശ്യമുള്ളത്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഒരു എന്താ പറയുക, കാമായിട്ടിരിക്കുന്ന, ആരെയും എതിർക്കാതെ കൃത്യമായിട്ട് പെരുമാറുന്നവരാരും ആ ഒരു ഷോ ഒരിക്കലും ഇൻട്രസ്റ്റിംഗ് ആവത്തുമില്ല, അതുപോലെ മുമ്പോട്ട് പോകത്തുമില്ല കേട്ടോ. അവിടെ കുറച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് സ്വഭാവവും, എന്ത് കണ്ടാലും തുറന്നടിച്ച് സംസാരിക്കുകയും എന്തിനും എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ വേണം സത്യം പറഞ്ഞാൽ ഇത്തരം ഷോകളിൽ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമല്ലേ ആ ഒരു ഷോ കാണുന്നവർക്ക് ഒരു ഹരം ഉണ്ടാകത്തുള്ളൂ. ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ പൂജ ശരിക്കും ഒരു ബി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇവിടെ പൂജയുടെ കൂടെ അവസാനം വന്ന ശ്യാമിനെ നോക്കുവാണെങ്കിൽ തുടക്കത്തിൽ ശ്യാമ് നല്ലൊരു ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു, നമ്മളത് കണ്ടതായിരുന്നു. പക്ഷേ പിന്നീട് എപ്പിസോഡുകൾ മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തിൽ ആ ഒരു ഇതൊന്നും എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊന്നും ശ്യാമിനെ അവിടെ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി ഇങ്ങനെ ഒരു ഒതുങ്ങി പോകുന്ന രീതിയിലാണ് പിന്നെ ശ്യാമിനെ കാണുന്നത്. അത്ര ആക്റ്റീവായിട്ടുള്ള ഒരു പ്രസൻസ് ഒന്നും പിന്നെ അവിടെ കാണാനേ പറ്റിയിട്ടില്ല. അതേസമയം ഇവിടെ പൂജയാണെങ്കിൽ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ പറയാനുള്ളത് ആരുടെ മുഖത്തോക്കും വെട്ടി തുറന്ന് പറയും, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു പൂജയുടേത്. അതാണ് പൂജയെ പെട്ടെന്ന് തന്നെ ഈ 1-2 എപ്പിസോഡ് കൊണ്ട് തന്നെ പൂജയെ പെട്ടെന്ന് പ്രേക്ഷക മനസ്സിലേക്ക് ഇടം നേടിയത് കേട്ടോ. ചില സമയത്ത് പൂജ കുറച്ച് ഓവറായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ശരിയാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ജഡ്ജസിനോട് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു ഈഗോ ആയിട്ടൊക്കെ ആണോ നമ്മുടെ പൂജയെ പുറത്താക്കിയത് എന്നൊന്നും അറിയത്തില്ല കേട്ടോ. എന്തുകൊണ്ടാണ് പൂജയെ പുറത്താക്കിയത് എന്നുള്ളത് മിക്കവാറും ചിലപ്പോൾ വരുന്ന എപ്പിസോഡുകളൊക്കെ കണ്ടു നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും.